ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അന്ന് നോക്കുന്നത്. ഈ ഓട്സൊക്കെ നമുക്ക് വീട്ടിൽ വലിയ ചിലവില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിൽ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ റവയും സേമിയനൊക്കെ ആണെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ തന്നെ കേട്ടോ. ഈ ഓട്സ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പിടിക്കും, ശ്രദ്ധിക്കണം. എനിക്ക് തന്നെ ഒന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വേഗം തീ ഓഫാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ചട്ടി തന്നെ വെച്ചേക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണെങ്കിൽ ഇവിടെ ഭയങ്കര തണുപ്പിൻ്റെ സമയമായിട്ട് നല്ല കട്ടയായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കിട്ടാൻ ഒരിത്തിരി പ്രയാസം തോന്നിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും മൂപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പച്ചമുളക് എരിവിന് ആവശ്യത്തിനും കൂടെ ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതാക്കി കൊത്തി അരിഞ്ഞതും ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടെ ഇതുപോലെ അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ നന്നായിട്ട് വാടി വരേണ്ട ആ സമയം കൊണ്ട് നമുക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ പെട്ടെന്ന് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്നതിന് അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ആക്കാം കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് തന്നെ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ലേശം ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കൂടെ ലേശം ഒരു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തള വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആ ഇട്ട ഉടനെ തന്നെ മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും പെട്ടെന്ന്, പിന്നെ വേവും ചെയ്യൂല. പിന്നെ ഇത് ഒരുപാട് നേരം ഓട്സ് ആവുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അതാ നമ്മൾ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.